വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് +1 കെമിസ്ട്രിയുടെ സെക്കൻഡ് ടേം എക്സാമിൻ്റെ 2022 ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ തന്നെ അതിൻ്റെ ആൻസേഴ്സുമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ മോളിക്കുലർ ഫോർമുല ഓഫ് ഗ്ലൂക്കോസ് ഇസ് 6CH12O6. ഇറ്റ്സ് എംപിരിക്കൽ ഫോർമുല ഇസ്. ഇവിടെ നമുക്ക് ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലർ ഫോർമുല കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എംപിരിക്കൽ ഫോർമുലയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? CH2O ഇങ്ങനെയാണ് വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ നമ്പർ ഓഫ് ന്യൂട്രോൺസ് ഇൻ ബ്രോമിൻ ഈസ്. ബ്രോമിനിലെ ന്യൂട്രോണുകളുടെ എണ്ണം എത്രയാണ് ന്യൂട്രോണുകളുടെ എണ്ണം? ഇവിടെ നമുക്ക് അറ്റോമിക് നമ്പറും അതുപോലെ തന്നെ മാസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ആൻസറായിട്ട് വരുന്നത് 45 ആണ്. തേർഡ് ക്വസ്റ്റ്യൻ, ഗ്രൂപ്പ് 16 എലമെൻറ്റ്സ് ആർ ഓൾസോ നോൺ ആസ്. ഗ്രൂപ്പ് 16 മൂലകങ്ങൾ അഥവാ എലമെൻറ്റ്സ് ഏത് പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്? ഹാലോജൻസ്, നൈട്രോജൻ ഫാമിലി, ബോറോൺ ഫാമിലി, ചാൽക്കുജൻസ്. ആൻസർ ചാൽക്കുജൻസ് ആണ്. ഫോർത്ത് വൺ, റൈറ്റ് ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ആറ്റം ഇൻ ഈഥേൻ മോളിക്യൂൾ. ഈഥേൻ മോളിക്യൂളിലെ കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈഥേൻ മോളിക്യൂളിലെ കാർബൺ ആറ്റത്തിൻ്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ സ്റ്റേറ്റ് ഫംഗ്ഷൻ. നമുക്ക് താഴെ കൊടുത്തവയിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് ഏതാണ്? വർക്ക്, എൻട്രോപ്പി, എൻതാൽപ്പി, ഗിബ്സ് എനർജി. ഇതിൽ സ്റ്റേറ്റ് ഫംഗ്ഷൻ അല്ലാത്തത് വർക്കാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ, ഹു പ്രപ്പോസ്ഡ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? സ്റ്റേറ്റ് ദി ലോ. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആരാണ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ആരാണ് പ്രപ്പോസ് ചെയ്തത്? എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്? നമുക്കറിയാം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്തത് എൻറ്റോൺ ലാവോസിയർ ആണ്. എന്താണ് ഈ ലോയിൽ പറയുന്നത്? ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് ദി മാറ്റർ ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡെസ്ട്രോയിഡ്. നമുക്ക് മാറ്ററിനെ ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റുകയില്ല എന്നാണ് എൻറ്റോൺ ലാവോസിയർ പറഞ്ഞത്. ഇനി സെവൻത്ത് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ദി ഫോളോയിങ് ടേംസ്. നമുക്ക് താഴെ കൊടുത്തിട്ടുള്ള 2 ടേം ഡിഫൈൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ മൊളാരിറ്റി ആണ്. മൊളാലിറ്റും തമ്മിൽ മാറിപ്പോവരുത്. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മൊളാരിറ്റി ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. പെർ ലിറ്റർ ഓഫ് സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇക്വേഷൻ രൂപത്തിൽ എഴുതി വെക്കാം. നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ വോളിയൂം ഓഫ് സൊല്യൂഷൻ ഇൻ ലിറ്റർ. ഇനി നമ്മൾ മൊലാലിറ്റി ആണ് നോക്കാൻ പോകുന്നത്. മൊലാലിറ്റി ഇസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്രസൻറ്റ് പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെൻറ്റ്. പെർ കിലോഗ്രാം ഓഫ് ദി സോൾവെൻറ്റിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ടിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. നമുക്ക് ഇക്വേഷൻ രൂപത്തിൽ എഴുതുകയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ബൈ മാസ് ഓഫ് സോൾവെൻറ്റ് ഇൻ കിലോഗ്രാം. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി 8th ക്വസ്റ്റ്യൻ, റൈറ്റ് എനി 2 ഡ്രോബാക്സ് ഓഫ് ബോർ മോഡൽ ഓഫ് ആറ്റം. അതായത് ബോർ ആറ്റം മാതൃകയുടെ ഏതെങ്കിലും 2 പരിമിതികൾ, ലിമിറ്റേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തെല്ലാം എഴുതാം? ഹി കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ഫൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ ദ സ്പെക്ട്രം ഓഫ് ആറ്റംസ് അതർ ദാൻ ഹൈഡ്രജൻ. ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റാർക്ക് എഫക്റ്റ് ആൻഡ് സീമാൻ എഫക്റ്റ്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. 9th ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ഫസ്റ്റ് ഓർബിറ്റ് ഓഫ് ഹീലിയം അയൺ. ഹീലിയം പ്ലസ്, അതായത് ഹീലിയം അയണിൻ്റെ ആദ്യത്തെ ഓർബിറ്റിലെ എനർജി എത്രയാണ് എന്നാണ് ചോദിച്ചത്. എനർജി ഓഫ് ഇലക്ട്രോൺ ഇൻ ദി nth ഓർബിറ്റ് കണ്ടെത്താൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -RH × Z²/n² ആണ്. അപ്പോൾ നമുക്കറിയാം, ഇവിടെ ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. n എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓർബിറ്റാണ്. എത്രാമത്തെ ഓർബിറ്റിലെ എനർജിയാണ് നമുക്ക് കണ്ടെത്തേണ്ടത്? ഫസ്റ്റ് ഓർബിറ്റാണ്. നമുക്ക് RH വാല്യൂ അറിയാം. RH വാല്യൂ എന്ന് പറയുന്നത് 2.18 × 10⁻18 ജൂളാണ്. സോ നമുക്കിത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ കിട്ടും. ആൻസർ വരുന്നത് -8.72 × 10⁻18 ജൂളാണ്. 10th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് മെൻഡലീവ്സ് പീരിയോഡിക് ലോ. മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോ സ്റ്റേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Mendeleev periodic law states that the properties of elements, physical or chemical properties of elements, are the periodic functions of their atomic weights. ഇതാണ് മെൻഡലീവിൻ്റെ പീരിയോഡിക് ലോയിൽ പറഞ്ഞിട്ടുള്ളത്. ഹൗ മെനി ഗ്രൂപ്പ്സ് ആൻഡ് പീരിയഡ്സ് ആർ പ്രസൻറ്റ് ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ. മോഡേൺ പീരിയോഡിക് ടേബിളിൽ എത്ര ഗ്രൂപ്പ്സും പീരിയഡ്സും ആണ് ഉള്ളത്? എത്ര ഗ്രൂപ്പ്സ് ഉണ്ട്? 18 ഗ്രൂപ്പ്സും 7 പീരിയഡ്സും. 11th ക്വസ്റ്റ്യൻ, മെൻഷൻ ദി വാരിയേഷൻ ഓഫ് അയണൈസേഷൻ എൻതാൽപ്പി ഓഫ് എലമെൻറ്റ്സ് in groups and periods of the periodic table.
അയണൈസേഷൻ എൻതാൽപ്പിയുടെ വേരിയേഷനെ ഗ്രൂപ്പ്സിലും പീരീഡ്സിലാക്കി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം ഡൗൺ എ ഗ്രൂപ്പ് അയണൈസേഷൻ എൻതാൽപ്പി ഡിക്രീസസ്. ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ ഗ്രൂപ്പിൽ താഴേക്ക് പോകും തോറും അയണൈസേഷൻ എൻതാൽപ്പി കുറയുകയാണ് ചെയ്യുന്നത്. അലോങ് എ പീരീഡിൽ കൂടെ നോക്കുകയാണെങ്കിൽ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസസ്. ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ഓഫ് എ പീരീഡ് അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യാണ്, കൂടുകയാണ് ചെയ്യുന്നത്. 12th question, explain the shape of H2 molecule using VSEPR theory. VSEPR theory ഉപയോഗിച്ച് വാട്ടർ മോളിക്യൂളിൻ്റെ ഷേപ്പ് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. വാട്ടർ മോളിക്യൂൾ കണ്ടെയ്ൻ 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ്, 2 ബോണ്ട് പെയർസ് ആൻഡ് 2 ലോൺ പെയർസ്. നമുക്കറിയാം വാട്ടർ മോളിക്യൂളിൽ 4 വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസാണ് കാണുന്നത്. അതിൽ തന്നെ 2 ബോണ്ട് പെയറും 2 ലോൺ പെയറും ഉണ്ട്. ഹെൻസ് ദ എക്സ്പെക്റ്റഡ് ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഇസ് ടെട്രാഹെഡ്രൽ. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലാണ്. ബട്ട് ഡ്യൂ ടു ദ ഗ്രേറ്റർ റിപ്പൾഷൻ ബിറ്റ്വീൻ ദ ലോൺ പെയേഴ്സ് ദ ഷേപ്പ് ഈസ് ഡിസ്റ്റോർട്ടഡ് ടു ബെൻഡ് ഓർ ആംഗുലാർ സ്ട്രക്ചർ ഓർ ഇൻവേർട്ടഡ് വി ഷേപ്പ് ആൻഡ് ബോണ്ട് ആംഗിൾ ഈസ് 104.5 ഡിഗ്രി. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു ഷേപ്പ് എന്ന് പറയുന്നത് ടെട്രാഹെഡ്രലാണ്. പക്ഷേ ലോൺ പെയേഴ്സിൻ്റെ ഗ്രേറ്റർ റിപ്പൾഷൻ മൂലം അത് ബെൻഡ് ഓർ ആംഗുലാർ സ്ട്രക്ചർ ഓർ ഇൻവേർട്ടഡ് വി ഷേപ്പ് സ്ട്രക്ചറിലാണ് ഉള്ളത്. അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ബെൻഡ് ഓർ വി ഷേപ്പാണ്. ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത് 104.5 ആണ്. 13th question, ആർ ഓൾ ദി 5 ബോണ്ട് ലെങ്ത്സ് ഇൻ PCl5 മോളിക്യൂൾ ഇക്വലൻറ്റ്? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് PCl5 മോളിക്യൂളിൻ്റെ 5 ബോണ്ട് ലെങ്ത്സും ഈക്വൽ ആണോ എന്നാണ്. 5 ബോണ്ട് ലെങ്ത്സും ഈക്വൽ ആണോ? ആണോ? അല്ല. എന്തുകൊണ്ടാണ്? ഇൻ PCl5 ദർ ആർ 2 ടൈപ്സ് ഓഫ് PCl ബോണ്ട്സ്. 2 ടൈപ്പ് PCl ബോണ്ട്സ് ആണ് PCl5ലുള്ളത്. ആക്സിയൽ ബോണ്ട്സും ഉണ്ട്, ഇക്വറ്റോറിയൽ ബോണ്ട്സും ഉണ്ട്. ദ ആക്സിയൽ ബോണ്ട് പെയേഴ്സ് ആർ മോർ റിപ്പിൾ ബൈ ദി ഇക്വറ്റോറിയൽ ബോണ്ട് പെയേഴ്സ്. ഇക്വറ്റോറിയൽ ബോണ്ട് പെയേഴ്സ് ആയിട്ട് കൂടുതൽ റിപ്പിൾ ചെയ്യുന്നത് ആക്സിയൽ ബോണ്ട് പെയേഴ്സ് ആണ്. സോ ദി ആക്സിയൽ ബോണ്ട് ലെങ്ത് ഈസ് ഗ്രേറ്റർ ദാൻ ദി ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്. അതുകൊണ്ട് തന്നെ ആക്സിയൽ ബോണ്ട് ലെങ്ത് ആയിരിക്കും ഇക്വറ്റോറിയൽ ബോണ്ട് ലെങ്ത്തിനെക്കാട്ടും കൂടുതൽ. ഇനി 14th question, വാട്ട് ആർ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി? ഗിവൻ എക്സാമ്പിൾ. നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയും ഇൻറ്റൻസീവ് പ്രോപ്പർട്ടിയും പഠിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടിയാണ്. ദീസ് ആർ പ്രോപ്പർട്ടീസ് വിച്ച് ഡിപ്പെൻഡ് ഓൺ ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സിസ്റ്റം. ഒരു സിസ്റ്റത്തിൽ പ്രസൻറ്റ് ചെയ്ത എമൗണ്ട് ഓഫ് മാറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി എന്തായിരിക്കും? ഇൻറ്റൻസീവ് പ്രോപ്പർട്ടി ആർ ദി പ്രോപ്പർട്ടീസ് വിച്ച് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എ സിസ്റ്റം. ഇവിടെ ചോദിച്ചിട്ടില്ല, പറഞ്ഞതാണ്. ഇനി നമുക്ക് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീന് എക്സാമ്പിൾസ് എഴുതാം. മാസ്, ഏരിയ, വോളിയം, അതൊക്കെ എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീന് എക്സാമ്പിൾസ് ആണ്. ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. ഇനി 15th question, റൈറ്റ് ഗിബ്സ് ഇക്വേഷൻ ആൻഡ് എക്സ്പ്ലെയിൻ ദി ടേംസ് ഇവോൾവ്ഡ് ഇൻ ഇറ്റ്. എന്താണ് ഗിബ്സ് ഇക്വേഷനും അതിലുള്ള ഓരോ ടേംസും വ്യക്തമാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഗിബ്സ് ഇക്വേഷൻ നമുക്കറിയാം ഡെൽറ്റ ജി ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. വേർ ഡെൽറ്റ ജി എന്ന് പറയുന്നത് ഗിബ്സ് എനർജി ചേഞ്ച് ആണ്, ഡെൽറ്റ എച്ച് എന്ന് പറയുന്നത് എൻതാൽപ്പി ചേഞ്ച് ആണ്, ഡെൽറ്റ എസ് എന്ന് പറയുന്നത് എൻട്രോപ്പി ചേഞ്ച് ആണ്, ആൻഡ് ടി എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചർ ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് 16th question നോക്കാം. 16th question, റൈറ്റ് ദി നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് ഇൻ ദി ഫോളോയിങ്. ഇവിടെ നമുക്ക് 2 നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഫസ്റ്റ് വൺ നോക്കൂ. ഫസ്റ്റ് വണ്ണിൽ പോയിൻ്റ് വന്നതുകൊണ്ട് തന്നെ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 2 ആണ്. സെക്കൻഡിൽ സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഇതിൽ തന്നെയുള്ള ബി ക്വസ്റ്റ്യൻ ആണ്, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഹോമോജീനിയസ് ആൻഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഹോമോജീനിയസും ഹെട്രോജീനിയസും മിക്സ്ചർ എന്താണ്? മിക്സ്ചേഴ്സ് ഹാവിങ് സെയിം കോമ്പോസിഷൻ ത്രൂ ഔട്ട് ആർ കോൾഡ് ഹോമോജീനിയസ് മിക്സ്ചേഴ്സ്. ഒരു മിക്സ്ചറിൽ സെയിം കോമ്പോസിഷനാണ് ത്രൂ ഔട്ടായി വരുന്നതെങ്കിൽ അത് ഹോമോജീനിയസ് മിക്സ്ചറാണ്. അതിന് എക്സാമ്പിൾ നമുക്കറിയാം എയർ, അങ്ങനെയുള്ള സൊല്യൂഷൻസൊക്കെ എന്താണ്? ഹോമോജീനിയസ് മിക്സ്ചേഴ്സ് ആണ്. ദ കോമ്പോണൻറ്റ്സ് കംപ്ലീറ്റ്ലി മിക്സ് വിത്ത് ഈച്ച് അതർ. ഇപ്പം നമ്മൾ ഷുഗർ സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ വാട്ടറും ഷുഗറും രണ്ടും മിക്സ് ആവും, ഈച്ച് അതർ, ദേ മിക്സ് ഈച്ച് അതർ. ഇനി നമ്മൾ ഹെട്രോജീനിയസ് മിക്സ്ചർ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ മിക്സ്ചർ ഹാവിങ് ഡിഫറെൻറ്റ് കമ്പോസിഷൻ അറ്റ് ഡിഫറെൻറ്റ് പാർട്സ് ആർ കോൾഡ് ഹെട്രോജീനിയസ് മിക്സ്ചർ. ഇപ്പോൾ നമ്മളൊരു ചായയൊക്കെ എടുക്കുകയാണെങ്കിൽ ചായപ്പൊടിയൊക്കെ എന്താ പറയുക, ഡിഫറെൻറ്റ് കോമ്പോസിഷൻ ആയിരിക്കും അല്ലേ. മറ്റൊരു എക്സാമ്പിളാണ് മഡി വാട്ടർ, സീ വാട്ടർ. അതെന്ന് പറയുന്നത് കോമ്പോണൻറ്റ്സ് ഡു നോട്ട് കംപ്ലീറ്റ്ലി മിക്സ് ഈച്ച് അതർ. കോമ്പോണൻറ്റ്സ് തമ്മിൽ കംപ്ലീറ്റ് ആയിട്ട് മിക്സ് ചെയ്യില്ല. അങ്ങനെയുള്ളതാണ് ഹെട്രോജീനിയസ് മിക്സ്ചർ. സോ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. 17th question, എ കോമ്പൗണ്ട് കണ്ടെയ്ൻ 4.07
percentage hydrogen, 24.27% carbon, and 27.65% chlorine. Its molar mass is 98.96 gram. What are its empirical and molecular formulas? ഇവിടെ എംഫിറിക്കൽ ഫോർമുലയും മോളിക്കുലാർ ഫോർമുലയും കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഒരു ടേബിളാക്കി തിരിക്കുക. എലമെൻറ്റ്, പെർസെൻറ്റേജ്, അറ്റോമിക് മാസ്, പെർസെൻറ്റേജ് ആറ്റം, സിമ്പിൾ റേഷ്യോ, സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ, ഇങ്ങനെ 6 ആക്കി തിരിച്ചൊരു ടേബിൾ വരയ്ക്കാം. എലമെൻറ്റ്സ് ഏതൊക്കെയാണ്? കാർബൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, ക്ലോറിൻ ഉണ്ട്. അതാദ്യം എഴുതി വെക്കുക. ഇനി ഇവിടെ തന്നിരിക്കുന്ന ഓരോന്നിൻ്റെയും പെർസെൻറ്റേജ് എഴുതുക. കാർബണിൻ്റെ പെർസെൻറ്റേജ് 24.27 ആണ്. ഹൈഡ്രജൻ്റെ പെർസെൻറ്റേജ് 4.07 ആണ്. ക്ലോറിൻ്റെ പെർസെൻറ്റേജ് 71.65 ആണ്. പിന്നെ നമുക്കറിയാം ആറ്റോമിക് മാസ്. കാർബണിൻ്റെ ആറ്റോമിക് മാസ് 12 ആണ്. ഹൈഡ്രജൻ്റെത് 1 ആണ്. ക്ലോറിൻ്റെത് 35.5 ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാം പെർസെൻറ്റേജ് കണ്ടെത്തണം അല്ലേ? പെർസെൻറ്റേജ് മാസ് കണ്ടെത്തണം. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ ആറ്റോമിക് മാസ് ആണ്. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ കാർബൺ ആണ്. കാർബണിൻ്റെ പെർസെൻറ്റേജ് നമുക്കിവിടെ കൊടുത്തത് 24.27 ആണ്. അതിന് നമ്മൾ അറ്റോമിക് മാസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 2.02 ആണ്. ഹൈഡ്രജന് നമ്മൾ ഇതേപോലെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 4.07 ആണ്. ക്ലോറിൻ്റെ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് 2.02 ആണ്. ഇനി നമുക്ക് ഇവിടെ സിംപ്ലിസ്റ്റ് റേഷ്യോ കണ്ടെത്തണം അല്ലേ? സിംപ്ലിസ്റ്റ് റേഷ്യോ കണ്ടെത്താനായിട്ട് ഇതിൽ ഏറ്റവും ചെറിയ നമുക്ക് കിട്ടിയ പെർസെൻറ്റേജ് മാസം കൊണ്ട് എല്ലാ പെർസെൻറ്റേജ് മാസും നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയതിൽ ഏറ്റവും ചെറിയ പെർസെൻറ്റേജ് മാസ് എന്ന് പറയുന്നത് 2.02 ആണ്. 2.02നെ എല്ലാത്തും കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് കാർബണിനെ നമ്മൾ 2.02 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് ലഭിക്കുന്നത്. ഹൈഡ്രജനെ നമ്മൾ 2.02 ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 2 ആണ് ലഭിക്കുന്നത്. അതേപോലെ ക്ലോറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 ആണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടുത്തെ സിംപ്ലസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ എന്താണ്? 1:1. കാർബൺ 1, ഹൈഡ്രജൻ 2, ക്ലോറിൻ 1. അപ്പോൾ നമുക്ക് അതിൻ്റെ എംഫിറിക്കൽ ഫോർമുല എഴുതാനായിട്ട് സാധിക്കും. എംഫിറിക്കൽ ഫോർമുല എന്ന് പറയുന്നത് CH2Cl ആണ്. എംഫിറിക്കൽ ഫോർമുല മാസ് കണ്ടെത്താൻ, EFM കണ്ടെത്താനായി നമ്മൾ എന്ത് ചെയ്യണം? ഓരോന്നിൻ്റെ മാസ്, ആറ്റോമിക് മാസ് വെച്ച് പ്ലസ് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം കാർബണിൻ്റെ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് 12 ആണ്. ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റമുണ്ട്, അതുകൊണ്ട് തന്നെ 2 ആണ് നമ്മൾ എഴുതേണ്ടത്. പിന്നെ ക്ലോറിൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ക്ലോറിൻ 35.5. 12 + 2 + 35.5 ചെയ്യുമ്പോൾ നമുക്ക് 49.5 ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ മോളാർ മാസ് എത്രയായിരിക്കും? മോളാർ മാസ് എന്ന് പറയുന്നത് 98.96 ആണ്. അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് മോളാർ മാസ് എത്രയാണെന്ന്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ഇക്വേഷനാണ് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എംഫിറിക്കൽ ഫോർമുല ഇൻറ്റു N ആണ്. മനസ്സിലായല്ലോ? മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എംഫിറിക്കൽ ഫോർമുല ഇൻറ്റു N ആണ്. ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ടത് മോളിക്കുലാർ ഫോർമുലയാണ്, പക്ഷേ നമുക്ക് എന്നിൻ്റെ വാല്യൂ അറിയില്ല. എന്നിൻ്റെ വാല്യൂ കണ്ടെത്താനായി നമ്മൾ ചെയ്യേണ്ടത് മോളാർ മാസ് ഡിവൈഡഡ് ബൈ എംഫിറിക്കൽ ഫോർമുല മാസ് ചെയ്യണം. മോളാർ മാസ് 98.96 ആണ്. ഇവിടുത്തെ എംഫിറിക്കൽ ഫോർമുല മാസ് എന്ന് പറയുന്നത് 49.5 ആണ്. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് 2 ആണ്. ഇനി നമുക്ക് മോളിക്കുലാർ മാസ് കണ്ടെത്താമല്ലോ. ഇവിടെ എംഫിറിക്കൽ ഫോർമുല എത്രയാണ്? CH2Cl ആണ്. ഇതിനെ നമ്മൾ 2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുന്നത്? C2H4Cl2. ഓക്കെ ആണല്ലോ. ആൻസർ ഒന്നും കൂടി വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് 18th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദി ഒബ്സർവേഷൻസ് മെയ്ഡ് ബൈ റൂദർഫോർഡ് ഇൻ ദി ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്? ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റിൽ റൂദർഫോർഡിൻ്റെ ഒബ്സർവേഷൻസ് എന്തൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 3 ഒബ്സർവേഷനാണ് ഉണ്ടായിരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒബ്സർവേഷൻ എന്തൊക്കെയാണ്? മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫൈൽ വിത്തൗട്ട് എനി ഡിഫ്ലക്ഷൻ ഓർ ഡീവിയേഷൻ. ഒരു ഡീവിയേഷനും സംഭവിക്കാതെ തന്നെ മോസ്റ്റ് ഓഫ് ദി ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദി ഗോൾഡ് ഫൈലിലൂടെ കടന്നുപോയി. A small fraction of alpha particles was deflected by small angles. കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം ചെറിയ ആംഗിൾസ് ഒക്കെ ഡിഫ്ലക്റ്റഡ് ആയി പോയി. A very few alpha particles bounded back, that is were deflected by nearly 180 degree. A very few alpha particles മാത്രമാണ് ബൗണ്ടഡ് ബാക്ക് ചെയ്തത്, തിരിച്ച് റിഫ്ലക്റ്റ് ചെയ്തത്. അത് ഡിഫ്ലക്റ്റ് ചെയ്തത് നിയർലി 180 ഡിഗ്രിയിലാണ്. ഈ 3 ഒബ്സർവേഷൻസ് ആണ് റൂദർഫോർഡിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഇനി 19th ക്വസ്റ്റ്യൻ ആണ്. ഡ്രോ ദി ബൗണ്ടറി സർഫസ് ഡയഗ്രാം ഓഫ് 2px ഓർബിറ്റൽ. 2px ഓർബിറ്റലിൻ്റെ ഡയഗ്രാം വരയ്ക്കാനാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് പോലെയാണ് ഡയഗ്രാം വരുന്നത്. ആൻഡ് ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് ഹൗ മെനി അൺപെയർഡ് ഇലക്ട്രോൺസ് ആർ പ്രസൻറ്റ് ഇൻ നൈട്രജൻ ആറ്റം ആൻഡ് നെയിം ദ റൂൾ ഇൻ ഡിറ്റർമിനിങ് ഇറ്റ്. എത്ര അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ആണ് നൈട്രജൻ ആറ്റത്തിലുള്ളത്? എത്ര അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്? 3 അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട്.
ഇതിന് പിന്നിലുള്ള റൂൾ എന്ന് പറയുന്നത് ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി ആണ്. 20th question. Define electrogain enthalpy. എന്താണ് electrogain enthalpy? It is the heat change when an electron is added to the outermost shell of an isolated gaseous atom. The second one, chlorine has high negative value of electron gain enthalpy than fluorine. Explain. Chlorine ആണ് high negative value of electron gain enthalpy than fluorine. ഫ്ലൂറിനേക്കാൾ. എന്തുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദിസ് ഇസ് ബിക്കോസ് വെൻ ആൻ ഇലക്ട്രോൺ ഇസ് ആഡഡ് ടു ഫ്ലൂറിനിലേക്ക് നമ്മൾ ഒരു ഇലക്ട്രോൺ ആഡ് ചെയ്യുമ്പം ഇറ്റ് എൻറ്റർ ടു ദി സ്മോളർ സെക്കൻഡ് ഷെൽ. അത് ചെറിയ സെക്കൻഡ് ഷെല്ലിലേക്കാണ് ആഡ് ചെയ്യുന്നത്. ഡ്യൂ ടു ദി സ്മോളർ സൈസ് ദി ഇലക്ട്രോൺ സഫർ മോർ റിപ്പൾഷൻ ഫ്രം ദി അതർ ഇലക്ട്രോൺസ്. ചെറിയ സെക്കൻഡ് ഷെല്ലിലേക്ക് ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ കൂടുതൽ ഇലക്ട്രോണുകൾ തമ്മിൽ റിപ്പൾഷൻ സംഭവിക്കുന്നു. ബട്ട് ദ ക്ലോറിനിൽ എന്താണ്, ദ ഇൻകമ്മിങ് ഇലക്ട്രോൺ ഗോസ് ടു ദ ലാർജർ തേർഡ് ഷെല്ലിലേക്കാണ് ക്ലോറിനിലേക്ക് വരുന്ന ഇലക്ട്രോൺ പോകുന്നത്. അതുകൊണ്ട് തന്നെ ദ ഇലക്ട്രോണിക് റിപ്പൾഷൻ ഇസ് വെരി ലോ. ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൾഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഹെൻസ് ക്ലോറിൻ ആഡ്സ് ഇലക്ട്രോൺ മോർ ഈസിലി ദാൻ ഫ്ലൂറിൻ. അതുകൊണ്ട് തന്നെ ക്ലോറിനിലേക്ക് നമുക്ക് ഫ്ലൂറിനേക്കാൾ ഈസി ആയിട്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യാൻ സാധിക്കും. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 21. വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ്? ഡയഗണൽ റിലേഷൻഷിപ്പും അനോമലസ് പ്രോപ്പർട്ടീസും ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്, ഇടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. സോ വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ്? ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ സിമിലാരിറ്റീസ് ഇൻ പ്രോപ്പർട്ടീസ് ഷോൺ ബൈ ദി ഡയഗണലി പ്ലേസ്ഡ് എലമെൻറ്റ് ഓഫ് ദി സെക്കൻഡ് ആൻഡ് തേർഡ് പീരീഡ്സ് ഇൻ ദി മോഡേൺ പീരിയോഡിക് ടേബിൾ ആർ കോൾഡ് ഡയഗണൽ റിലേഷൻഷിപ്പ്. സെക്കൻഡ് വൺ അനോമലസ് പ്രോപ്പർട്ടിയാണ്. ദ എലമെൻറ്റ്സ് ഓഫ് സെക്കൻഡ് പീരീഡ് ഇൻ ദി പീരിയോഡിക് ടേബിൾ ഷോ അനോമലസ് പ്രോപ്പർട്ടി ഗീവ് റീസൺ. The anomalous properties are due to their smaller size, large charge to radius ratio, high electronegativity and absence of vacant d orbitals. നിങ്ങൾക്ക് അനോമലസ് പ്രോപ്പർട്ടി എന്താണെന്ന് എഴുതി വെച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാവുന്നതാണ്. ഇനിയാണ് പ്രധാനപ്പെട്ട ചോദ്യം. റൈറ്റ് ദി പോസ്റ്റ്ലേറ്റ്സ് ഓഫ് VSEPR തിയറി. എല്ലാ പരീക്ഷകളിലും കാണാറുള്ളതാണ്. VSEPR തിയറീൻ്റെ പോസ്റ്റ്ലേറ്റ്സ് എഴുതാനായിട്ട് നമ്മൾ ഒരുപാട് പോസ്റ്റ്ലേറ്റ് പഠിച്ചു. ദി ഷേപ്പ് ഓഫ് ദി മോളിക്യൂൾ ഡിപ്പെൻഡ്സ് ഓൺ ദി നമ്പർ ഓഫ് വാലൻസ് shell electron pairs around the central atom. The valence shell electron pairs repel each other. To reduce the repulsion, the electron pairs stay at maximum distance. Presence of lone pairs of electron causes distortion in the expected geometry of the molecule. നമ്മൾ പറഞ്ഞല്ലേ ലോൺ പെയേഴ്സിൻ്റെ പ്രസൻസ് ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത ജിയോമെട്രി എല്ലായിരിക്കും കിട്ടുന്നത്. The repulsion between two lone pairs of electrons is different from those between two bond pairs or between a lone pair and bond pair. The repulsion decreases in the order of lone pair, lone bond pair, bond pair. ഇതിൽ നിങ്ങൾ ഏതെങ്കിലും മൂന്നെണ്ണം എഴുതി വെച്ചാൽ മതി. നമുക്ക് ലാറ്റിസ് എൻതാൽപ്പിയെ കുറിച്ച് നോക്കാം. ഡിഫൈൻ ലാറ്റിസ് എൻതാൽപ്പി. ലാറ്റിസ് എൻതാൽപ്പി എന്താണെന്ന് ഡിഫൈൻ ചെയ്യുക. ലാറ്റിസ് എൻതാൽപ്പി ഇസ് ദ എനർജി required to completely separate one mole of an ionic compound into corresponding gaseous ion. സോ ഒന്നുകൂടി പറയാം. ലാറ്റിസ് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ എനർജി റിക്വയർഡ് ടു കംപ്ലീറ്റ്ലി സെപ്പറേറ്റ് വൺ മോൾ ഓഫ് ആൻ അയോണിക് കോമ്പൗണ്ട് ഇൻ ടു കറസ്പോണ്ടിങ് ഗാഷ്യസ് അയോൺസ്. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ദ റിസൾട്ടിൻ ഡൈപോൾ മൊമെൻറ്റ് ഓഫ് NH3 ഇവിടെ കൊടുത്തിട്ടുണ്ട്. NH3യുടെ ഡൈപോൾ മൊമെൻറ്റ് കിട്ടിയത് 4.90 × 10⁻³ സെൻറ്റിമീറ്റർ ആണ്. ഇസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് NF3. NF3ൻ്റെ ഡൈപോൾ മൊമെൻറ്റ് 0.8 × 10⁻³ സെൻറ്റിമീറ്റർ. in spite of the higher electronegativity of fluorine atom. Explain. This is because in NH3 അഥവാ അമോണിയയിൽ the orbital dipole due to lone pair is in the same direction as the resultant dipole moment of the 3 NH bonds. NH ബോൺസിൻ്റെ അതേ ഡയറക്ഷനിലാണ്, അതേ റിസൾട്ടൻ്റ് ഡൈപോൾ മൊമെൻറ്റിലാണ് നൈട്രജൻ്റെ ലോൺ പെയറിൻ്റെയും ഡയറക്ഷൻ. സോ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, നൈട്രജൻ്റെ ലോൺ പെയറിൻ്റെ ഡയറക്ഷനും NH ബോൺസിൻ്റെ ഡയറക്ഷനും സെയിം ആണ്. അതുകൊണ്ട് തന്നെ അവിടെ ഡൈപോൾസ് ക്യാൻസലായി പോകുന്നില്ല. ബട്ട് ഇൻ NF3 എടുക്കുകയാണെങ്കിൽ ദ ഓർബിറ്റൽ ഡൈപോൾ ഈസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ദി റിസൾട്ടിങ് ഡൈപോൾ മൊമെൻറ്റ് ഓഫ് 3 NF ബോൺസ്. സോ ദി ഡൈപോൾ മൊമെൻറ്റ്സ് ഗെറ്റ് പാർഷ്യലി ക്യാൻസൽഡ്. NF3 നമ്മൾ എടുക്കുമ്പോൾ നമുക്കറിയാം ഫ്ലൂറിനാണ് വലിച്ചെടുക്കുന്നത്. ഇലക്ട്രോൺസിന് ഫ്ലൂറിനാണ് ഇലക്ട്രോനെഗറ്റിവിറ്റി മൂലം അങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈട്രജൻ്റെ ലോൺ പെയറിൻ്റെ ഡയറക്ഷൻ മുകളിലോട്ടും മറ്റുള്ള NF ബോൺസിൻ്റെ ഡൈപോൾ മൊമെൻറ്റിൻ്റെ ഡയറക്ഷൻ താഴോട്ടുമാണ് വരുന്നത്.
അവിടെ എന്ത് ചെയ്യുന്നു, ഈക്വലി ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡൈപോൾ മൊമെൻറ്റ്സ് ആണ് വരുന്നത്. അപ്പോൾ അത് ക്യാൻസലായി പോകും. പക്ഷേ NH3 അത് ക്യാൻസൽ ആവുന്നില്ല. പക്ഷേ NF3 പാർഷ്യലി ക്യാൻസൽ ആവുന്നു. അതാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് 24th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ബോണ്ട് ഓർഡർ ഓഫ് എ മോളിക്യൂൾ? ബോണ്ട് ഓർഡർ എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺ ആൻഡ് നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ. ഇതിലെ സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഹൗ ദി ബോണ്ട് ഓർഡർ ഓഫ് എ ഡയോറ്റോമിക് കോവാലന്റ് മോളിക്യൂൾസ് ഇസ് റിലേറ്റഡ് ടു ഇറ്റ്സ് ബോണ്ട് ലെങ്ത്. ബോണ്ട് ഓർഡർ ഓഫ് എ ഡയോറ്റോമിക് കോവാലന്റ് മോളിക്യൂൾ ഇസ് റിലേറ്റഡ് ടു ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് ആയിട്ട് ബോണ്ട് ഓർഡറിനുള്ള റിലേഷൻ എന്താണ്? നമുക്കറിയാം, ബോണ്ട് ഓർഡർ ഇൻക്രീസ് ചെയ്താൽ ബോണ്ട് ലെങ്ത് ഡിക്രീസ് ആവും, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. കാൽക്കുലേറ്റ് ദി ബോണ്ട് ഓർഡർ ഓഫ് F2 മോളിക്യൂൾ. F2 മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമ്മൾ ഇതിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതണം. F2ൻ്റെത് സിഗ്മ 1s2, സിഗ്മ സ്റ്റാർ 1s2, സിഗ്മ 2s2, സിഗ്മ സ്റ്റാർ 2s2, സിഗ്മ 2pz, പൈ 2px2, പൈ 2py2, പൈ സ്റ്റാർ 2px2, പൈ സ്റ്റാർ 2py2. ഇതാണ് ഇതിൻ്റെ മോളിക്കുലാർ കോൺഫിഗറേഷൻ വരുന്നത്. ബോണ്ട് ഓർഡർ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു NB മൈനസ് NA ആണ്. NB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്. NA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് ആണ്. അപ്പം നമുക്കിവിടെ അറിയാം ബോണ്ടിങ് ചെയ്യുന്നത് 10 ഇലക്ട്രോൺസ് ആണ്. ആൻറ്റി ബോണ്ടിങ് ഇലക്ട്രോൺസ് വരുന്നത് 8 ഇലക്ട്രോൺസ് ആണ്. സോ ഹാഫ് ഇൻറ്റു 2 1 ആണ് ആൻസർ. ഇതിൻ്റെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആണ്. 25th ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ് ഹെക്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷൻ. ഹെക്സസ് ലോ ഓഫ് കോൺസ്റ്റൻറ്റ് ഹീറ്റ് സമ്മേഷനിൽ പറയുന്നത് എന്താണ്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് ദി ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ഫോർ എ പ്രോസസ് ഇസ് സെയിം വെദർ ദ റിയാക്ഷൻ ഇസ് ടേക്കിംഗ് പ്ലേസ് ഇൻ എ സിംഗിൾ സ്റ്റെപ്പ് ഓർ സെവറൽ സ്റ്റെപ്പ്. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഓഫ് ദി റിയാക്ഷൻ CaCO3. CaCO3 എന്തായി മാറും? CaO പ്ലസ് CaO2. കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡും ആയി മാറുന്നു. സ്റ്റാൻഡേർഡ് എൻതാൽപ്പി ഫോർമേഷൻ്റെ റേറ്റ് കൊടുത്തിട്ടുണ്ട്. CM വരുന്നത് -635.09 കിലോഗ്രാം ജൂൾ പെർ മോളാണ്. CaCO3ൻ്റെത് -1206.92. CO2ൻ്റെത് വരുന്നത് -393.51. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഇതിനെ സ്റ്റാൻഡേർഡ് എൻതാൽപ്പി കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇവിടെ നമ്മൾ എഴുതി വെക്കേണ്ടത് കെമിക്കൽ ഇക്വേഷൻ ആണ്. കെമിക്കൽ ഇക്വേഷൻ CaCO3 എന്തായി മാറുന്നു? CO പ്ലസ് CO2 ആയി മാറുന്നു. ഇവിടെ നമുക്ക് CaCO3ൻ്റെ എൻതാൽപ്പി ഫോർമേഷൻ കൊടുത്തിട്ടുണ്ട് -1206.92 കിലോഗ്രാം ജൂൾ പെർ മോളാണ്. അതുപോലെ തന്നെ CaOൻ്റെതും CO2ൻ്റെതും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുന്നത്? എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് പ്രോഡക്റ്റ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് റിയാക്റ്റൻസ് ആണ് വരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? -635.09 പ്ലസ് -393.51 മൈനസ് -1206.92 ചെയ്യണം. ആൻസർ ആയിട്ട് ലഭിക്കുന്നത് 178.32 കിലോഗ്രാം ജൂൾ പെർ മോളാണ്. നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ഡാറ്റകളൊക്കെ, അതുകൊണ്ട് തന്നെ ആൻസർ കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. 26th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കുന്നത്. ഡി നൈട്രജൻ ആൻഡ് ഡി ഹൈഡ്രജൻ റിയാക്ട് ഈച്ച് അതർ ടു പ്രൊഡ്യൂസ് അമോണിയ അക്കോർഡിംഗ് ടു ദി ഫോളോയിങ് ഇക്വേഷൻ. നമുക്കിവിടെ അമോണിയൻ്റെ ഹെബർ പ്രോസസ്സിൻ്റെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദി മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ഇഫ് 2 × 10³ gram D nitrogen react with 1 × 10³ gram of D hydrogen. 2 × 10³ gram D നൈട്രജനും 1 × 10³ gram D ഹൈഡ്രജനും ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന അമോണിയയുടെ മാസ് കണ്ടെത്തണം. അപ്പോൾ നമ്മളിവിടെ ആദ്യം എന്ത് എഴുതി വെക്കണം? ഇക്വേഷൻ എഴുതി വെക്കുക. ശേഷം ഓരോന്നും എത്ര ഗ്രാം വീതം ഉണ്ട് എന്ന് എഴുതണം. N2 28 gram ആണുള്ളത്, 3H2 6 gram ആണുള്ളത്, 2NH3 അതായത് പ്രോഡക്റ്റ് 34 gram ആണ് ഉള്ളത്. അക്കോർഡിംഗ് ടു ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ പ്രകാരം 28 gram നൈട്രജൻ റിക്വയേഴ്സ് 6 gram ഓഫ് H2 ഫോർ കംപ്ലീറ്റ് റിയാക്ഷൻ. ഒരു കംപ്ലീറ്റ് റിയാക്ഷന് നൈട്രജൻ 28 ഗ്രാമും 6 gram ഹൈഡ്രജനും ആവശ്യമാണ്. സോ ഇവിടെ നമുക്കുള്ളത് 2000 gram N2 ആണ്. 2 × 10³ എന്ന് പറയുന്നത് 2000 gram ഓഫ് N2 നൈട്രജൻ ആണ്. ഒന്നുകൂടി പറയാം, ഇക്വേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയ കാര്യം 28 gram നൈട്രജന്
6 ഗ്രാം ഹൈഡ്രജൻ കിട്ടിയാലേ എന്ത് നടക്കുള്ളൂ, ഈ ഒരു റിയാക്ഷൻ നടക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ തന്നിരിക്കുന്നത് 2000 ഗ്രാം നൈട്രജനാണ്, 2000 ഗ്രാം നൈട്രജനാണ്. 2000 ഗ്രാം നൈട്രജന് എത്ര ഹൈഡ്രജൻ വേണ്ടി വരും? 6 × 2000/28 ചെയ്യണം. ആൻസർ ആയിട്ട് ലഭിക്കുന്നത് 426.57 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ആണ്. ഹിയർ ദർ ഇസ് ഇന്നഫ് ഹൈഡ്രജൻ. ഇവിടെ നമുക്ക് വേണ്ടത്ര ഹൈഡ്രജൻ ഉണ്ട്, 1000 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട് എന്ന് ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. സോ 2000 ഗ്രാം നൈട്രജൻ റിയാക്ട് വിത്ത് 428.57 gram of hydrogen to form 2428.57 gram of NH3. അപ്പോൾ നമുക്ക് കിട്ടുന്ന NH3യുടെ അളവ് എത്രയാണ്? 2428.57 gram of NH3 ആണ്. അതാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞത്. Which one of the two reactions remain unreacted and what would be its mass? ഇതിൽ ഏത് റിയാക്റ്റൻ്റാണ് നമുക്ക് റിയാക്ഷൻ ചെയ്യാതെ ബാക്കിയുള്ളത്? അതെത്രയാണ്? അതിൻ്റെ മാസ് എത്രയാണ്? അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രജനാണ് ഇവിടെ ഒരുപാടുള്ളത്. 1000 ഗ്രാം ഓഫ് ഹൈഡ്രജൻ ഉണ്ട്, പക്ഷെ നമുക്ക് അത്ര വേണ്ടി വന്നില്ല അല്ലേ. നമുക്ക് 428.57 ഗ്രാം ഹൈഡ്രജൻ മാത്രമേ വേണ്ടി വന്നുള്ളൂ. സോ എത്ര എമൗണ്ട് ഓഫ് അൺറിയാക്റ്റഡ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 1000 മൈനസ് 428.57. ആൻസറായിട്ട് വരുന്നത് 571.43 ഗ്രാം ആണ്. ഈ 27th ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ദ ഷ്രോഡിഞ്ചർ ഇക്വേഷൻ. ഷ്രോഡിഞ്ചർ ഇക്വേഷൻ എഴുതാനാണ്. നമുക്കറിയാം H cap psi equal to E psi. ഇതാണ് ഷ്രോഡിഞ്ചർ ഇക്വേഷൻ വരുന്നത്. നെയിം ദ 4 ക്വാണ്ടം നമ്പേഴ്സ്. 4 ക്വാണ്ടം നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ ആൻഡ് സ്പിൻ ക്വാണ്ടം നമ്പർ. യൂസിങ് SPTF നോട്ടേഷൻസ് ഡിസ്ക്രൈബ് ദി ഓർബിറ്റൽ വിത്ത് ഫോളോയിങ് ക്വാണ്ടം നമ്പേഴ്സ്. എ ഏതാണ് വരുന്നത്? 2p ആണ്. ബി വരുന്നത് 5f ആണ്. എ 2pയും ബി 5f ആണ്. ഈ 28th ക്വസ്റ്റ്യൻ. റൈറ്റ് ദി മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂളിൻ്റെ മോളിക്കുലാർ ഓർബിറ്റൽ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നേരത്തെ നമ്മൾ F2ൻ്റെ എഴുതിയില്ല, അതേപോലെ എഴുതണം. എങ്ങനെയാണ് വരുന്നത്? സിഗ്മ 1s2 സിഗ്മ സ്റ്റാർ 1s2 സിഗ്മ 2s2 സിഗ്മ സ്റ്റാർ 2s2 സിഗ്മ 2pz 2 പൈ 2px2 പൈ 2py2 പൈ സ്റ്റാർ 2px1 പൈ സ്റ്റാർ 2py1. ഇവിടെ നമുക്ക് അൺപെയർഡ് ആയിട്ട് കിടക്കുന്ന 2 ഓർബിറ്റൽസ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ ബി ക്വസ്റ്റ്യൻ ഡോ ദി എനർജി ലെവൽ ഡയഗ്രാം ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് ഇൻ ദി ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾ. ഓക്സിജൻ മോളിക്യൂളിൻ്റെ എനർജി ലെവൽ ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓക്സിജൻ്റെ എനർജി ലെവൽ മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ ഡയഗ്രാം വരുന്നത്. 29th ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ക്രോമിയം ആൻഡ് കോപ്പർ. ക്രോമിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 24 ആണ്, കോപ്പറിൻ്റെത് 29 ആണ്. സോ നമ്മളോട് എഴുതാനാണ് പറഞ്ഞത്. നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 2p6 കഴിഞ്ഞാൽ 3s2 3p6 3d5 4s1. അപ്പോൾ നമ്മൾ എഴുതിയത് ക്രോമിയത്തിൻ്റെ ആണ്. ഇനി കോപ്പറിൻ്റെ എഴുതാം. കോപ്പറിൻ്റെ നമുക്കറിയാം 29 ആണ് അറ്റോമിക് നമ്പർ. 1s2 2s2 2p6 3s2 3p6 3d10 4s1 ഇങ്ങനെയാണ് വരുന്നത്. എക്സ്പ്ലെയിൻ ദി ഫോളോയിങ്. നമുക്കിവിടെ ഓഫ് ബോസ് പ്രിൻസിപ്പിളും പൗലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിളും എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. ഓഫ് ബോസ് പ്രിൻസിപ്പിൾ എന്താണ്? ദ ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ n+l വാല്യൂ. ആൻഡ് പൗലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് it states that no two electrons in an atom can have same set of 4 quantum numbers. ഓഫ് ബോസ് പ്രിൻസിപ്പിൾ, പൗലീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ, ഇത് മൂന്നാണ് വരുന്നത്. ഇത് മൂന്നും അനുസരിച്ചാണ് നമ്മൾ ഇലക്ട്രോണിനെ ഫില്ല് ചെയ്യുന്നത്. ഈ 13th ക്വസ്റ്റ്യൻ ഇതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്? എന്താണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ദേ ഇൻക്ലൂഡ് എലമെൻറ്റ്സ് ഫ്രം 3 to 12 ഗ്രൂപ്പ്. 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലുള്ളത് ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് ആണ്. ഈ ഡി ബ്ലോക്ക് എലമെൻറ്റ്സിനെ തന്നെയാണ് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദി ജനറൽ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അവരുടെ ജനറൽ ഫോർമുലയാണ് എഴുതാൻ പറഞ്ഞത്. n+1d 1 to 10 ns 0 to 2. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. റൈറ്റ് ഇനി 2 പ്രോപ്പർട്ടീസ് എക്സിബിറ്റഡ് ബൈ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ട്രാൻസിഷൻ എലമെൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാനാണ് പറഞ്ഞത്. ദേ ആർ ഓൾ മെറ്റൽസ്. അതിലുള്ളതെല്ലാം മെറ്റൽസ് ആണ്. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്.
കളേർഡ് കോമ്പൗണ്ട്സ് അവർ ഫോം ചെയ്യും. ദേ ഷോ വാരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് വാലൻസിസ്. അവർ കാണിക്കുന്നത് വാരിയബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. ദേ ആർ ജനറലി പാരാമാഗ്നറ്റിക് ആണ് ജനറലി. ദേ ഷോ കാറ്റലിക് പ്രോപ്പർട്ടീസ്. ഇതിലേതെങ്കിലും 2 എഴുതിയാൽ മതി. ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ 2022 സെക്കൻഡ് ടേം എക്സാമിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. വീഡിയോ ഉപകാരപ്പെട്ടു എന്നാണ് കരുതുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്